TP വധക്കേസിലെ 3 പ്രതികൾക്ക് പുറമെ ട്രൗസർ മനോജിനും ശിക്ഷാ ഇളവ് നൽകാൻ ശ്രമമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. സംഭവം വിവാദമായതോടെ 3 ജയിൽ ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. TP കേസിലെ പ്രതികൾക്ക് അനർഹമായ ഒരിളവും നൽകില്ലെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MP രാജേഷ് നിയമസഭയിൽ ഉറപ്പു നൽകി. സർക്കാർ നയം മനസ്സിലാകാതെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്ക് വീട്ടിലിരിക്കേണ്ടി വന്നതെന്നും MP രാജേഷ് പറഞ്ഞു. TK രജീഷ്, മുഹമ്മദ് ഷാഫി, S സിജിത്ത് എന്നീ 3 പ്രതികളില്ലാത്തുള്ളതായിട്ട് സാർ ഇപ്പം നോക്കിയപ്പോൾ എന്താ, 7ാമതൊരാളും കൂടിയുണ്ട് പ്രതി, ട്രൗസർ മനോജൻ. സാർ, ഈ മനോജൻ എന്ന ട്രൗസർ മനോജന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഏതാ? കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ. സാർ, ഇതെല്ലാം നിങ്ങൾ സ്പീക്കറും നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം 7:37 രമയുടെ മൊഴി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് അഭ്യൂഹമാണ് പറയാ. അപ്പോൾ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായി കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് 7:37 എനിക്കൊരു കോൾ വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ നിങ്ങളെ മൊഴി എടുക്കാനാണെന്ന് വിളിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് മൊഴി എടുത്തല്ലോ. അപ്പോൾ അല്ല, അതിനകത്തൊരു പ്രതി കൂടിയുണ്ട്, മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ്. അപ്പോൾ നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധയിലില്ല. 3 പേരെയാണ് ഉദ്ദേശിച്ചത്. SC നമ്പർ 867/2012 കേസിലെ ശിക്ഷാ തടവുകാർക്ക് 20 വർഷം തടവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുള്ളതാണ്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. അല്ലമീൻ തോട്ടുമുക്ക നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം. ഗുഡ് ഈവനിങ് അല്ലമീൻ. സബ്മിഷൻ വരുന്നതിന് മുൻപ് സസ്പെൻഷൻ കുറച്ച് നേരത്തെയായി പോയി നടപടി എന്ന് തോന്നുന്നു. മന്ത്രി ഇക്കാര്യം ഇന്ന് വിശദീകരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ സഭയിൽ കണ്ടതാണ്. ഇന്ന് സബ്മിഷൻ വരുന്നതിന് തൊട്ട് മുൻപ് അതിനാടകീയമായിട്ടുള്ള ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് വരുന്നു. ഉദ്യോഗസ്ഥർ മാത്രമായി എടുത്ത തീരുമാനം എന്ന രീതിയിലുള്ള മന്ത്രിയുടെ അവതരണവും അതല്ലേ നമ്മൾ ഇന്ന് സഭയിൽ കാണുന്നത് അല്ലമീൻ? നിയമസഭയിൽ ഇന്നും ഈ TP ചന്ദ്രശേഖരൻ കേസിലെ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള വിഷയം ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പ്രതിപക്ഷം ഇന്ന് സർക്കാരിനെതിരെയും സ്പീക്കറിനെതിരെയും ആഞ്ഞടിക്കാൻ തയ്യാറെടുത്തുകൊണ്ടാണ് സഭയിലെത്തിയത്. ഈ വിഷയം സഭയുടെ ഫ്ലോറിലേക്ക് വരുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ സർക്കാർ ഒരു നടപടി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുന്ന കാഴ്ചയാണ് ആദ്യം നമ്മൾ ഇക്കാര്യത്തിൽ കണ്ടത്. ഈ പ്രതികളെ മാനദണ്ഡം ലംഘിച്ച് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേരെ സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഓഫീസ്. പിന്നീട് സഭയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MP രാജേഷ് കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. സർക്കാർ ഒരു തരത്തിലും അങ്ങനെ ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ചിട്ടില്ല, അത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ പോയിട്ടില്ല, അഭ്യൂഹം മാത്രമാണ് നടക്കുന്നത് എന്നുള്ളതായിരുന്നു ആരോപണം. പക്ഷേ പ്രതിപക്ഷം പറഞ്ഞത് ഇങ്ങനെ സർക്കാരും സ്പീക്കറും ശിക്ഷാ ഇളവിന് നീക്കമില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇന്നലെ രാത്രിയും അതിനുള്ള നീക്കം നടന്നു എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. 3 പ്രതികളുടെ പേര്, 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം എന്നുള്ളതായിരുന്നു നേരത്തെ പുറത്തു വന്ന വാർത്തകളും റിപ്പോർട്ടുകളും. പക്ഷേ അതിനപ്പുറത്തേക്ക് ട്രൗസർ മനോജ് എന്ന 4ാമതൊരു പ്രതിക്ക് കൂടി ശിക്ഷാ ഇളവിന് നീക്കം നടക്കുന്നു. അതിൻ്റെ സൂചനയായി ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് ട്രൗസർ മനോജിൻ്റെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഇന്നലെ രാത്രി KK രമയെ ഫോണിൽ വിളിച്ച മനോജിന് ശിക്ഷാ ഇളവ് കൊടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായമുണ്ടോ, അഭിപ്രായ വ്യത്യാസമുണ്ടോ, എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ളതാണ്. അത് KK രമയും സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെ സർക്കാരും അതുപോലെ തന്നെ സ്പീക്കറും ആവർത്തിച്ച് നിഷേധിക്കുമ്പോഴും മറുഭാഗത്ത് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സജീവമായ നീക്കം നടക്കുന്നു എന്നുള്ള ആരോപണം പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ഉന്നയിച്ചു. പിന്നീട് ഈ സഭയ്ക്കകത്ത് മറുപടി പറഞ്ഞതിന് ശേഷം മീഡിയ റൂമിൽ മന്ത്രി MP രാജേഷ് കുറച്ചുകൂടി വിശദമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് സർക്കാർ ആദ്യഘട്ടം മുതൽ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത്തരത്തിൽ ശിക്ഷാ ഇളവിന് നീക്കം നടത്തിയിട്ടില്ല. സർക്കാർ ആലോചിക്കാത്ത കാര്യമാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ ആരോപിക്കുന്നത്. അങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം പോലും മന്ത്രി MP രാജേഷ് ഉയർത്തുകയും ചെയ്തു. 3 ഉദ്യോഗസ്ഥർ ഇപ്പോൾ സസ്പെൻഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് സർക്കാരിൻ്റെ നയമറിയാതെ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം മാനിക്കാതെ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർക്ക് വീട്ടിലിരിക്കേണ്ടി വന്നത് എന്നതടക്കമുള്ള പ്രതികരണമാണ് മന്ത്രി MP രാജേഷ് നടത്തിയത്. അതായത് സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു റോളുമില്ല, കോടതി വിധിയുണ്ട്, ആ വിധി ലംഘിച്ചുകൊണ്ട് സർക്കാരിനൊന്നും ചെയ്യാൻ സാധിക്കില്ല, സർക്കാർ ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ പ്രതിപക്ഷം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഒരു വിഭാഗം മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം നീക്കം നടത്തുന്നു. ഇന്നലെ KK രമയെ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഒരു കോൺസ്റ്റബിൾ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ അത് സർക്കാർ തീരുമാനമാകുമോ, അതിനു പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ ബാഹ്യശക്തികളുടെ ഇടപെടലുകളോ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്ന് കൂടി മന്ത്രി പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഈ വിവാദങ്ങളിലേക്ക് നയിച്ചത് ഉദ്യോഗസ്ഥരുടെ നിലപാടുകളും നയങ്ങളും സമീപനവുമാണ്, സർക്കാരിന് വിരുദ്ധമായ സമീപനവുമാണ്. അത് പരിശോധിക്കുമെന്നുള്ള കാര്യം പറഞ്ഞ് സർക്കാർ കൈകഴുകുന്നു, ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്നിട്ടുള്ള ഫോളോ അപ്പും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സും. സുജയ.